നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പറക്കും തളികകൾ, അന്യഗ്രഹ ജീവികൾ, ഇവയെല്ലാം എന്നും മനുഷ്യന് അത്ഭുതമാണ്. അമേരിക്കയിലെ ഏരിയ 51 എന്ന അതീവ സുരക്ഷാ കേന്ദ്രം എക്കാലവും ഇത്തരം അജ്ഞാത വസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകളിൽ ഇടം നേടാറുള്ളത്. അമേരിക്ക പൊതുസമൂഹത്തിൽ നിന്ന് ഒളിച്ചുവെച്ചതാണ് ഇവിടം. ഹെക്ടറുകളോളം പരന്നുകിടക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയതും ഈ കാരണത്താൽ തന്നെയാണ്. സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം അമേരിക്കയുടെ അതീവ സുരക്ഷാ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഏരിയ 51-നുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നാണ് ലോകത്തിന്റെ സംശയം. അതുകൊണ്ട് തന്നെ ഏരിയ 51-നെ കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പഞ്ഞമില്ല. ഈ നിഗൂഢതയുടെ ചുരുളഴിക്കുക എളുപ്പമല്ല, കാരണം ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. എന്നാൽ ഇപ്പോൾ കടുവയെ കിടുവ പിടിച്ചു എന്ന മട്ടിലാണ് കാര്യങ്ങൾ. അമേരിക്കയിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 2174 അജ്ഞാത പേടകങ്ങൾ കണ്ട സംഭവങ്ങൾ നടന്നു എന്ന് റിപ്പോർട്ട്. നാഷണൽ UFO റിപ്പോർട്ടിംഗ് സെന്ററിൻ്റെതാണ് ഈ റിപ്പോർട്ട്. ന്യൂയോർക്ക് സംസ്ഥാനത്ത് മാത്രം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ കണ്ടെത്തിയത് 66 അജ്ഞാത പേടകങ്ങളാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആകാശത്ത് പറക്കുന്ന ലോഹനിർമ്മിത ഗോളങ്ങൾ, ത്രികോണാകൃതിയിലുള്ള പേടകങ്ങൾ തുടങ്ങിയവയെല്ലാം ഇങ്ങനെ കണ്ടതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നു. 1974 കണ്ടെത്തപ്പെട്ട സ്ഥാപനമാണ് ന്യൂഫോർക്ക്. US-ലെ UFO സംഭവങ്ങളും ഇവ കണ്ടെന്ന് പറയുന്ന വാദങ്ങളും റെക്കോർഡ് ചെയ്യുകയാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വളക്കൂറുള്ള മണ്ണാണ് അമേരിക്ക എന്നും. സാഹിത്യത്തിലും സിനിമയിലും പോലും ഏലിയൻസ് ഇവിടെ കടന്നു വരാറുണ്ട്. US പൗരന്മാരിൽ ചിലർക്ക് അന്യഗ്രഹ ജീവി വിഷയത്തിൽ തങ്ങളുടെ സർക്കാരിനെ നല്ല സംശയവുമുണ്ട്. അമേരിക്കൻ സർക്കാർ അന്യഗ്രഹ ജീവികളുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. 2021 US പ്രതിരോധ സ്ഥാപനമായ പെന്റഗൺ 9 പേജുള്ള UFO റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്യഗ്രഹ ജീവികളെ അംഗീകരിക്കുന്നതാണ് റിപ്പോർട്ടെന്ന് വ്യാഖ്യാനങ്ങൾ ഉയർന്നു. യാഥാർത്ഥ്യം അങ്ങനെയല്ലെങ്കിലും 2022 ഏപ്രിലിൽ ഈ റിപ്പോർട്ടിന്റെ യഥാർത്ഥ രൂപമായ 1500 പേജുള്ള രേഖയും US അധികൃതർ ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകി. ഇതോടെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടുപിടിച്ചു തുടങ്ങി. 400-ലേറെ UFO സംഭവങ്ങൾ ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണെന്നാണ് പെന്റഗൺ പറഞ്ഞത്. എന്നാൽ ഇവയൊക്കെ അന്യഗ്രഹ പേടകങ്ങളാണോ എന്ന കാര്യത്തിൽ അമേരിക്കൻ അധികൃതർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് US-ന് നല്ല സംശയമുണ്ടായിരുന്നു. കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത അജ്ഞാത പേടകങ്ങളായ UFO-കളെപ്പറ്റി US അന്വേഷിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. 1948 പ്രോജക്റ്റ് സൈൻ എന്ന പദ്ധതി US സർക്കാർ അജ്ഞാത പേടകങ്ങളുടെ പഠനത്തിനായി രൂപീകരിച്ചു. ശേഷം പ്രോജക്റ്റ് ഗ്രജ് എന്ന പേരിൽ ബ്ലൂ ബുക്ക് തുടങ്ങിയ പദ്ധതികളും 2007 മുതൽ 2012 വരെ അഡ്വാൻസ്ഡ് എയ്റോസ്പേസ് ത്രെറ്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയും നടപ്പിലാക്കി. 1896-97 വർഷങ്ങളിൽ ലോകത്ത് പലയിടത്തും വമ്പൻ ആകാശ പേടകങ്ങൾ കണ്ടതായി അവകാശവാദങ്ങൾ ഉയർന്നിരുന്നു. ഇക്കൂട്ടത്തിൽ പലതും കണ്ടതായി പറയപ്പെടുന്നത് കാലിഫോർണിയ അടക്കമുള്ള അമേരിക്കൻ സംസ്ഥാനങ്ങളിലാണ്. അമേരിക്കയുടെ അന്യഗ്രഹ ചരിത്രത്തിൽ റോസ്വെൽ, ലോസ് ആഞ്ചലസ് പോരാട്ടം, വാഷിംഗ്ടൺ അധിനിവേശം തുടങ്ങി ഒട്ടേറെ സംഭവങ്ങളും ഏരിയ 51 പോലുള്ള നിഗൂഢമായ കാര്യങ്ങളും ഉണ്ട്. UFO മേഖലയിൽ വഴിത്തിരിവായ പല പ്രശസ്ത സംഭവങ്ങളും അരങ്ങേറിയതും US-ലാണ്. 1969 ഒരു പൊതുസ്ഥലത്ത് നിന്നപ്പോൾ ഒരു പറക്കും തളിക തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയതായി സാക്ഷാൽ ജിമ്മി കാർട്ടർ പോലും അവകാശപ്പെട്ടിരുന്നു. അന്ന് കാർട്ടർ US പ്രസിഡന്റ് ആയിട്ടില്ല. താൻ പ്രസിഡന്റായാൽ പറക്കും തളികകൾ സംബന്ധിച്ച് US ഗവൺമെന്റിന്റെ പക്കലുള്ള എല്ലാ രേഖകളും പരസ്യമാക്കുമെന്നും കാർട്ടർ വാഗ്ദാനം ചെയ്തു. പക്ഷേ പ്രസിഡന്റായ ശേഷം കാർട്ടർ വാക്കുപാലിക്കാൻ മിനക്കെട്ടില്ല. ഇതിനിടയിൽ ചർച്ചയായി മാറുന്നത് മനുഷ്യരായി വേഷം മാറിയ ചില അന്യഗ്രഹ ജീവികളെക്കുറിച്ചാണ്. അവർ ജീവിക്കുന്നത് അഗ്നിപർവ്വതങ്ങളിലും ഭൗമാന്തര മേഖലകളിലും. അടുത്തിടെ തയ്യാറാക്കിയ ഒരു ഗവേഷണ പ്രബന്ധത്തിലെ പരാമർശമാണ് ഇത്. പേപ്പർ തയ്യാറാക്കിയവർ നിസ്സാരക്കാരല്ല. ലോക വിദ്യാഭ്യാസ രംഗത്തെ കൊടിയടയാളമായ ഹാർവർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയാണ് ഇതിനു പിന്നിൽ. ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന ഗൂഢവാദക്കാരുടെ ഇഷ്ടപ്പെട്ട സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗവേഷണം. അന്യഗ്രഹ ജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുകയാണെന്നുമാണ് ഈ സങ്കല്പം പറയുന്നത്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെ സർക്കാരുകളിലും ശക്തമായ മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ കടന്നുകൂടി ഭൂമിയുടെ ഗതി തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാറ്റിവിടുകയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. വിൽ സ്മിത്ത് അഭിനയിച്ച് ലോകം മുഴുവൻ വിജയം നേടിയ മെൻ ഇൻ ബ്ലാക്ക് സിനിമാ പരമ്പരയൊക്കെ ഈ ഗണത്തിൽ പെട്ടതാണ്. ഇത്തരത്തിൽ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവരെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം
UFO എന്ന പേരിൽ കാണപ്പെടുന്ന തിരിച്ചറിയാനാകാത്ത പേടകങ്ങളെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. വളരെ വിചിത്രമായ പല സാധ്യതകളും ഈ പേപ്പർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികൾ ആദ്യകാലത്ത് സാങ്കേതികപരമായി ഉയർന്ന തലത്തിലുള്ള ജീവിതം നയിച്ചിരുന്നുവെന്നും എന്നാൽ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് അവരുടെ സംസ്കാരം നശിച്ചുവെന്നും പ്രബന്ധം പറയുന്നു. എന്നാൽ ഈ ജീവികൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല. അവർ അഗ്നിപർവ്വതങ്ങളുടെ അടിയിലും സമുദ്രത്തിന് താഴെയുമൊക്കെ താമസ സ്ഥലങ്ങൾ ഉറപ്പിച്ചു. മറ്റൊരു തരത്തിലുള്ള ക്രിപ്റ്റോകൾ മനുഷ്യരുടെ രൂപം ഇല്ലാത്തവരാണ്. അവർ ഉരകങ്ങളോ അല്ലെങ്കിൽ ആൾക്കുരങ്ങുകളോട് സാമ്യമുള്ളവരോ ആണ്. മെക്സിക്കോയിലെ പ്രോപ്പോകാറ്റപ്റ്റൽ അഗ്നിപർവ്വതം, US-ലെ ശസ്തപർവ്വതം തുടങ്ങിയവ അവരുടെ ബേസുകളാണ്. ഇവിടങ്ങളിൽ UFOകളുടെ സന്ദർശനം കൂടുതൽ കാണപ്പെടുന്നതിന് കാരണവും ഇതാകാമെന്ന് പ്രബന്ധം സംശയം പ്രകടിപ്പിക്കുന്നു. ഭൂമി വിട്ട ചന്ദ്രനിലേക്കും ഈ ഗവേഷകരുടെ ഭാവന എത്തുന്നുണ്ട്. ചന്ദ്രൻ ഒരു അന്യഗ്രഹ ജീവി ബേസാണെന്നും ഏലിയൻസ് ഇവിടെ ജീവിക്കുന്നുണ്ടാകാമെന്നും ഇവർ സംശയം പ്രകടിപ്പിക്കുന്നു. എന്നാൽ സാധ്യതകൾ മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇത് സത്യമാകണമെന്ന് നിർബന്ധമില്ലെന്നും ഗവേഷകർ മുൻകൂർ ജാമ്യവും എടുക്കുന്നുണ്ട്. ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് ഉണ്ടാകാൻ 10% സാധ്യതയാണ് തങ്ങൾ കൽപ്പിക്കുന്നതെന്നും അവർ പറയുന്നു. ഫിലോസഫി ആൻഡ് കോസ്മോളജി എന്ന ശാസ്ത്ര ജേണലിലാണ് ഈ പ്രബന്ധം നൽകിയിരിക്കുന്നത്. ഹാർവർഡിലെ ടീം ലോമസ്, ബ്രെൻഡൻ കേസ് എന്നീ ഗവേഷകരും മൊണ്ടാന സാങ്കേതിക സർവകലാശാലയിലെ മൈക്കൽ പോളുമാണ് പഠനത്തിന് പിന്നിൽ. നേരത്തെ ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകനായ ആവി ലീബ് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്തി വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥത്തിന് വെളിയിൽ നിന്ന് വന്ന ഔമോമുവ എന്ന വസ്തു അന്യഗ്രഹ പേടകമാണെന്നായിരുന്നു ലിബിൻ്റെ വാദം. ഇന്ന് ലോകരാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കാനായി ഡ്രോണുകളും മറ്റും വിടുന്നതുപോലെ മറ്റു ഗ്രഹങ്ങളിലെയും നക്ഷത്ര സംവിധാനങ്ങളിലെയും ജീവസാധ്യത നിരീക്ഷിക്കാനുള്ള ചാരപേടകമാകാം ഔമുവാമുവ എന്നും പ്രകാശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വികിരണങ്ങൾ കൊണ്ടോ പ്രവർത്തിക്കുന്ന ലൈറ്റ് സെയിൽ വിഭാഗത്തിലുള്ളവ ബഹിരാകാശ പേടകമാകാം ഇതെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.